ലിപ്സ്റ്റിക് എത്ര പോരാ. റിങ്കി 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 നീ എവിടെ പോയി കിടക്കണ പറഞ്ഞില്ലേ? ആ ദാ വരുന്നു. കിടന്ന് ബഹളം ഉണ്ടാക്കാതെ. എത്ര നേരമായി റിങ്കി? ഇവളുമാര് പോയില്ലേ ഇതുവരെ? പിള്ളേരെ നിങ്ങൾ പോകുന്നത് എത്ര നേരമായിട്ട്? എങ്ങനെ പോവും? മഹാറാണി മോളിൽ നിന്ന് ഇറങ്ങി വരണ്ടേ? ആ ബെസ്റ്റ്. അവൾ ഇതുവരെ വന്നില്ലേ? റിങ്കി എന്തോരം ഒരുക്കോ ഇത്? 3 മണിക്കൂർ വേണം അമ്മയ്ക്കും മോക്കും എവിടെയെങ്കിലും ഇറങ്ങണം. എന്തോന്ന് പറഞ്ഞത്? അവളെ കാര്യം പറയുമ്പോ എന്തിനാ എന്റെ പേരെടുത്തിട്ടുന്നേ? അത് പിന്നെ പറയുമ്പോ എല്ലാം പറയണല്ലേ. അയ്യേ ആ ഇറങ്ങി. അതാ വന്ന്. മോളെ നീ ഇത്ര നേരമായിട്ട് ഒരുങ്ങിയത് ഇതാ? അതിന് ആരും ഒരുങ്ങി? ഇടി എത്ര നേരമായി മോളിൽ കയറി പോയിട്ട് ഈ കൊച്ചി ഇതും പിടിച്ചോണ്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായിന്നറിയോ? അമ്മ ഇവിടെ ഒന്ന് പല്ല് തേച്ചിട്ടില്ല, കുളിച്ചിട്ടില്ല, പൗഡർ ഇട്ട് മുടി ഇങ്ങനെ വലിച്ചു ചീക്കി വരാൻ അധികം സമയമൊന്നും വേണ്ട. എനിക്ക് ഇതുപോലെ വന്ന് ഇങ്ങനെ നിൽക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് ശുദ്ധിയും വൃത്തിയൊക്കെ ഉണ്ട്. അവള് പറഞ്ഞ ശരിയാണ്. നീ കുളിച്ചില്ലേ മോളെ? കുളിച്ചില്ല എന്നൊക്കെ ചോദിച്ചാ കുളിച്ചില്ല. പക്ഷെ ഞാൻ സ്പ്രേ ആണോല്ലേ? പല്ലെങ്കിലും തെച്ചാ അമ്മ ലോകത്തിലെ ഏറ്റവും വലിയ ജീവി ചെയ്തു ഡിനോസർ അല്ലേ? ഇടി ആനയല്ലേ? ആ ആന ഇപ്പോ, പണ്ട് ഡിനോസർ ആയിരുന്നില്ലേ? ആനയാണെന്ന് ഉറപ്പിച്ചല്ലോ. ഇത്രയും വലിയ ജീവിയെ ആന പോലും പല്ലേക്കണില്ല, പിന്നെ ഇത്രയും കുഞ്ഞു ജീവിയെ ഞാൻ എന്തിനു പല്ലേക്കണം? ഇത്രയും കുഞ്ഞു ഉരുണ്ട ജീവി എന്നാണ് പറയാൻ. നിങ്ങൾ 3 പേരും കൂടെ എന്നെ ഇങ്ങനെ ചുറ്റും ആക്രമിക്കാതെ എനിക്ക് ബർത്ത്ഡേ ഫംഗ്ഷന് പോകാൻ സമയം കേക്ക് മുറിക്കണ എത്തണം. ശരിക്കും പല്ലിച്ചാ ആരെങ്കിലും പിടിക്കാതെ മോളെ. നിങ്ങൾ എങ്ങനെ പോണത്? അച്ഛന്റെ വണ്ടിയില്. എന്റെ വണ്ടിയില്ല? ആര് പറഞ്ഞു എന്റെ വണ്ടി എടുത്തോളെ? എന്തോന്ന് അച്ഛാ, എല്ലാരും കൂടി ഒരു വീട്ടിൽ താമസിക്കുമ്പോ എന്റെ നിന്റെ എന്നൊക്കെ ഉണ്ടോ? ഇതൊക്കെ വളരെ മോശമാണ് അച്ഛാ. ഡാഡി അച്ഛനോട് ഞാൻ മോളെ സൂക്ഷിച്ചു പോണേ. ആ എന്റെ അധ്വാനത്തിന്റെ ആദ്യത്തെ ഫലമാണ്. പുരാവസ്തു അല്ലേ? മറ്റേ മോൺസൺ ചേട്ടൻ കണ്ടിട്ടുണ്ടല്ലോ, ലേലത്തിൽ പിടിച്ചോണ്ട് പോകും. പുരാവസ്തുവാ? ഓ മോൻസൺ ചേട്ടൻ ആവശ്യത്തിന് ആ വണ്ടിയേ ഉള്ളൂ. കേട്ടിട്ടുണ്ട്. അതാ ആ പിള്ളേരെ കൈവയ്ക്കാൻ തുടങ്ങിയ ശേഷം വണ്ടിക്ക് എന്തും കംപ്ലൈന്റ് ആണ്. നിനക്ക് അതുപോലെ അറിയാമോ? ഞാൻ പൊന്നുപോലെ കൊണ്ടുപോണ വണ്ടിയാണ്. മണി ഡീ മണി, എന്തോന്ന് ഗ്യാസ് ഭഗവാനെ ഇത്? മണി ഓ മണി, നീ ഇവിടെ പണി ചെയ്തോണ്ടിരിക്കണം? അല്ലല്ലോ, പണിയല്ലായിരുന്നു. ഇവിടെ കൂടി നിന്നേ കൂടിയാട്ടം ചെയ്യായിരുന്നു. നിന്നെ സമ്മതിച്ചു മണി. നിന്റെ ഈ ഹ്യൂമർ സെൻസ് കണ്ടു പഠിക്കണം. ഹ്യൂമർ സെൻസ് കണ്ടു പഠിക്കണം. എന്തിന്? ഇനി ഏത് സാഹചര്യത്തിലും ഇങ്ങനെ തമാശ പറയാനുള്ള നിന്റെ ആ കഴിവ് അപാരം തന്നെ. അത് പറയാനാണ് ഇങ്ങോട്ട് വന്നേ? അത് പറയാനല്ല ഞാൻ വന്നത്. പിന്നെ വന്നപ്പോ അതും കൂടെ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ എന്താണ് പറയാൻ വന്നത്? അതിങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. മണി, ഞാനേ മീശ പഠിക്കട്ടെ. എന്തു പറയുന്നു? മീശ പഠിച്ചിട്ട്? അല്ലെ, മീശ പഠിച്ചാലേ ഒരു 10 വയസ്സ് കുറഞ്ഞിരിക്കുന്നു പറഞ്ഞു. ആര് പറഞ്ഞു? ബാങ്കിലെ സുമലത. സുമലത? ആഹാ, എന്തൊക്കെ പറഞ്ഞു കുട്ടി? വേറെ പിന്നെ ഞാനൊരു നല്ല സരസനാണെന്ന് പറഞ്ഞു. നിങ്ങള് സരസൻ? ഓഹോ, ഇനി വല്ലതും പറഞ്ഞ? പിന്നെ പറയണേ, ഇത്രയും വലിയ പെൺകുട്ടികളുടെ അച്ഛനാണെന്ന് ഒരിക്കലും പറയില്ല. വേറെ നിന്നെ പറ്റിയും പറഞ്ഞു. എന്നെ പറ്റി എന്തോന്ന് പറയാൻ? നിന്റെ കറികളൊക്കെ നല്ല ടേസ്റ്റ് ആണ്, നല്ല സൂപ്പറാണെന്ന് പറഞ്ഞു. അതെങ്ങനെ അവര് പറയും? അവർക്ക് ഞാൻ ഒന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ലല്ലോ. എന്റെ മോണിക്കുട്ടി, നീ എനിക്ക് എന്നും ചോറ് പൊതി തന്നു വിടൂലേ? അതിലെ കറികൾ കഴിച്ചു. അപ്പൊ ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിപ്പ്. അതെ, ഞങ്ങൾ ഒന്നിച്ചിരുന്നാണ് കഴിക്കണേ. അപ്പോഴേ ഞങ്ങൾ ഈ നാട്ടും കാര്യവും വീട്ടുകാരിയും ഒക്കെ പറഞ്ഞാണ് കഴിയുക. സുമലത നാട്ടുപുറത്തുകാരിയാണ്. നമ്മുടെ ബംഗാനൂർ എവിടെയാണ് താമസം. അപ്പൊ ഇങ്ങനെ ഈ സുമലത ഉണ്ടല്ലോ, ഈ ഉണക്കമുളക് തൈര് കൊണ്ടാട്ടം, ഈ മുളക് കൊണ്ടാട്ടം കൊണ്ടുവരും. ഇത് ടേസ്റ്റ് മണി സൂപ്പറാണ്. തൈര് മുളക് അതല്ലേ എല്ലാ വീട്ടിലും പൊരിച്ചെടുക്കണ സാധനമല്ലേ? അതിന് ഇത്ര വർണ്ണിക്കാൻ തോന്നിരിക്കുന്നു. വേറെ വല്ലതും പറഞ്ഞാ? വേറെ ഒന്നും പറഞ്ഞില്ല. വേറെ ഒന്നും പറഞ്ഞില്ല. എപ്പോ തുടങ്ങി ഇതൊക്കെ? എന്തോന്നു? ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഓഫീസിൽ പോകാൻ നേരത്തെ ഈ ഇടയായിട്ട് കണ്ണാടിയുടെ മുന്നിൽ ചെന്നിട്ട് ഇങ്ങനെ നോക്കല് പൗഡർ ഇടല്.
അവള് മീശ പഠിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഉടനെ പോയി മീശ പഠിക്കൂല്ലേ? അതിന് ഞാൻ പഠിച്ചില്ലല്ലേ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. രാവിലെ കഷ്ടപ്പെട്ട് എനിക്കിരുന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്, ഇനി അവർക്ക് കൊണ്ടേ കൊടുക്കാനല്ല. അത് ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യില്ലേ മണി? അങ്ങോട്ട് ഷെയർ ചെയ്യണ്ട, ഒറ്റയ്ക്കിരുന്ന് കഴിച്ചാ മതി, കേട്ടല്ലോ? ഓ, നീ എന്തിനാണ് മണി ഇങ്ങനെ ഒരു സംശയത്തോടു കൂടി എന്നെ നോക്കി സംസാരിക്കുന്നത്? എന്ത് പേടിച്ചു പോയാ? പേടിച്ചില്ല. പറ്റിച്ചേ നിങ്ങൾ എനിക്ക് അറിഞ്ഞൂടെ? പിന്നെ നിങ്ങൾ വല്ല പെമ്പിള്ളേരെ പുറകെ പോകുന്നു ഞാൻ വിചാരിച്ചാ. പറ്റിക്കാനാണെങ്കിൽ ഇങ്ങനെയൊന്നും പറയല്ലേ മണി. മീശ എടുക്കണില്ലേ? ഓ, ഇനിയില്ല, ആ ഫ്ലോ പോട്ടാ. ശരിക്കും പേടിച്ചു. നമ്മളോടാ കളി. സുമലത പേരൊക്കെ കൊള്ളാം, നല്ല ലുക്കായിരിക്കും അല്ലേ? ഓ പിന്നെ ലുക്കുണ്ടെങ്കിൽ നമുക്ക് വലിയ ലുക്കാ തന്നെ. എന്നാലും അവര് പറയണ കേട്ടോണ്ടെങ്കിൽ ഒരു മീശ എടുക്കാന്ന് വിചാരിച്ചല്ലോ. ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണമൊക്കെ അവർ കൊണ്ടുപോയി കൊടുക്കുന്നു, ഷെയറിങ്. ഓഫീസിലൊക്കെ ആവുമ്പോ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ ഒരു കാര്യം. എന്നാലും ഒരു ചെറിയ ചഞ്ചലാട്ടം ഉണ്ടോ? നമുക്ക് തോന്നണതായിരിക്കാം, പക്ഷെ എന്നാലും ഇനി അങ്ങനെ വല്ല തോന്നലും ആണെങ്കിൽ ഒറ്റ വെട്ട് 2 കഷണം. നിങ്ങളുടെ വീട്ടിലെ മണിക്കുട്ടിയുടെ കളി. കൺഫ്യൂഷൻ ഉണ്ടല്ലോ. രാംകുമാർ സാറിനൊന്ന് വിളിച്ചാലോ? അല്ലേ വേണ്ട, സാറ് ബിസി ആയിരിക്കും. കാപ്പി. ഓഫീസിൽ ഇരുന്ന് ചെയ്യേണ്ട ജോലിയൊക്കെ ഇവിടെ ഇരുന്ന് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ചെന്നിരുന്ന് സൊറ പറയാലോ. സുമലതയോട് എന്ത് പണി? എന്ത് പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല, കാപ്പി കുടിച്ചില്ലല്ലോ എന്ന് പറഞ്ഞതാ. കുടി. അച്ഛാ നാണം കിട്ട്, ഞങ്ങള് മൊത്തം നാണം കിട്ട്. ഇനി ഞാൻ അവരെയൊക്കെ മുമ്പിൽ എങ്ങനെ നോക്കും ഞാൻ? എടീ, നിനക്ക് ഉളുപ്പില്ലാത്തോണ്ട് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് അങ്ങനെയാണോ? എടീ, പിള്ളേരെ തുള്ളാതെ കാര്യം പറ. അമ്മ, വണ്ടി നമുക്ക് 8ന്റെ പണി തന്നു, 8ന്റെ പണി. ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞാണ് ഓട്ടേ പോയാ മതി. അപ്പൊ ഇവക്കൊരു നിർബന്ധം ആ പോട്ട വണ്ടി തന്നെ പോകണമെന്ന്. ഒരു അബദ്ധം പറ്റിയടി. വണ്ടിക്ക് എന്ത് പറ്റി? വണ്ടി എന്ത്? ഏതൊക്കെ ചെന്ന് ഇറങ്ങിയ ഭയങ്കര വെറൈറ്റി ആയിരിക്കും, അതാണ് ഇതാന്നൊക്കെ പറഞ്ഞ് പോയതാണ്. അയ്യോ, പിന്നെ എങ്ങനെയാ അവിടെ ചെന്ന് എത്തി? അപ്പൊ ഒരു സമാധാനം ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് എത്തി, ഞാൻ വിചാരിച്ച വണ്ടി വഴി കിടക്കണം. ഇതിനെക്കാട്ടി ഭേദം വഴി കിടക്കണായിരുന്നു. ബർത്ത്ഡേ പാർട്ടിക്ക് വന്നവരെ മുമ്പ് ഞങ്ങൾ നാണം കെട്ട്. എങ്ങനെ നാണം കെട്ട്? ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഞങ്ങളെ യാത്ര അയക്കാൻ വേണ്ടി എല്ലാരും വരുമല്ലോ. അങ്ങനെ എല്ലാരും ഇറങ്ങി വന്നു. അങ്ങനെ ഇറങ്ങി വന്ന് ഞങ്ങൾ വണ്ടി കയറി ഇരുന്നിട്ട് ബായൊക്കെ പറഞ്ഞ് വണ്ടി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ചവിട്ടി. സ്റ്റാർട്ട് ആയില്ല. സ്വാഭാവികം. എന്നിട്ട് ഞാൻ വീണ്ടും ചവിട്ടി സ്റ്റാർട്ട് ആയില്ല. പോട്ട്, അതെല്ലാം പോട്ട്. വന്ന് കേറിയോടൻ ചേതക്ക് വണ്ടിയിൽ വന്ന് ഇറങ്ങിയിട്ട് ഇവളാണെങ്കിലോ ഒടുക്കത്ത് അവിടെ ചെന്ന് എല്ലാവരും പറഞ്ഞു, ചേതക്ക് വണ്ടി 10-35 വർഷം പഴക്കമുള്ളതാണ്, ഇപ്പൊ കൊടുത്താ കിട്ടും 1.5-2 ലക്ഷം രൂപ. എന്നിട്ട് നാളെ കെട്ടവരെ മുമ്പേ സ്റ്റാർട്ട് ആയില്ല. അത് പോട്ട്, ഇവക്കൊരു പേരും കിട്ടി. എന്തോന്ന്? തള്ളിസ്റ്റ് പിങ്കി. അത് കലക്കി. എന്തോന്ന് രവിയേട്ടാ? ആനം പോയി ഞങ്ങൾ. മാനം പോയി, നാണം പോയി, എല്ലാം പോയി. ഇപ്പൊ തന്നെ വണ്ടി മാറ്റിയേ പറ്റുള്ളൂ. ഞാൻ ഒരു കാര്യം പറയാം, ആ വണ്ടി മാറ്റിയേ പറ്റുള്ളൂ. ഇനി ഞാൻ ആ ചപ്പാച്ചി വണ്ടിയിൽ കയറൂല. നിങ്ങൾ രണ്ടുപേരും കയറണ്ടെന്നല്ല, തൊണണ്ട. അതാണ് എനിക്ക് നല്ലത്. അതല്ല ഞാൻ പറഞ്ഞു വന്നത്, വണ്ടി മാറ്റണോന്ന്. എന്തിന്? വണ്ടി ഒന്നും മാറ്റാൻ പറ്റില്ല. എന്തിന് വണ്ടി മാറ്റുന്നത്? ഇതേ സ്കൂട്ടറാണ്, മോട്ടോർ ആവുമ്പോ ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈന്റ് വരും, ചിലപ്പോ സ്റ്റാർട്ട് ആയില്ലെന്നൊക്കെ വരും. വണ്ടി മാറ്റണോ? ചിലപ്പോഴാ സ്റ്റാർട്ട് ആവാത്ത. ഇത് എപ്പോഴും ഇതല്ലേ പ്രശ്നം. എവിടെ പോയാലാണ് സ്റ്റാർട്ട് ആവാതെ ഇരിക്കുന്നത് ഈ വണ്ടി? അത് ഞാൻ ഓടിക്കുമ്പോ ഇവള് പറയണേല് കാര്യമുണ്ട്. അച്ഛൻ ഓടിക്കുമ്പോ കുഴപ്പമില്ല, അച്ഛന് പറ്റിയ വണ്ടിയാണ് ഇത്. ഞങ്ങളെ പോലെയുള്ള യൂത്തുകാർക്ക് പറ്റിയതല്ല ഈ വണ്ടി. നീ എന്തൊക്കെ പറഞ്ഞാലും ഇറങ്ങി വണ്ടി മാറ്റാൻ പറ്റൂല. പുതിയ വണ്ടി വാങ്ങിക്കാൻ പറ്റൂലേ? ഉറപ്പാണോ? ഈ രവി ഒരു വാക്ക് പറഞ്ഞ വാക്കാണ്, ഉറപ്പ് തന്നെയാണ്. എന്നാ ഈ രവിയുടെ മോളാണ് ഞാൻ. എനിക്കുണ്ട് അത്യാവശ്യം വാശി. വണ്ടി മാറ്റാതെ, ഞാൻ പുതിയൊരു വണ്ടി വാങ്ങാതെ ഞാൻ ഭക്ഷണം കഴിക്കുന്ന പ്രശ്നം ഉറപ്പ്. രവിയേട്ടാ, അവള് പറഞ്ഞത് കേട്ടാ? ഇവളാ എടി 5 മിനിറ്റിന്റെ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാതെ ഇവൾക്ക് ഇരിക്കാൻ പറ്റും? ചുമ്മാ പച്ച വെള്ളം പോലും ഞാൻ കുടിക്കൂല. കേട്ടാ? ഞാൻ ഭക്ഷണം കഴിക്കൂലെന്ന്. അവള് കഴിക്കൂലെന്ന് പറഞ്ഞ പോലെ ചെയ്യും. ഞാൻ ഭക്ഷണം കഴിക്കൂല. കണ്ട, അവള് കഴിക്കൂല, കഴിക്കൂല. ഉറപ്പായിട്ട് അവള് കഴിക്കൂല.
അവളെ സ്വഭാവം അറിയാലോ അമ്മയ്ക്ക്. അവൾക്കൊന്നും പറ്റുന്ന 5 മിനിറ്റ് ഇടവിട്ട് ആഹാരം കളിക്കുന്ന അവൾക്ക്. ഇല്ല ഇല്ല, അവള് കുടിക്കില്ല തന്നെ, കുടിക്കില്ല തന്നെ. റിങ്കി ആ ആ പിങ്കി, അതെ, നീ നേരത്തെ പറഞ്ഞതേ സീരിയസ് ആയിട്ടാണ്. എന്തോന്ന്? നിരാഹാരം കിടക്കാൻ പോകുന്നെന്ന്. പിന്നെ വേറെ പണിയില്ല, നിരാഹാരം. എന്തോന്നടി, എനിക്കതൊന്നും പറ്റൂല. ഞാൻ അച്ഛനെ പേടിപ്പിക്കാൻ വേണ്ടി ചുമ്മാ അറിഞ്ഞില്ലേ. എന്നാലേ നീ പറഞ്ഞൊന്നും ഏറ്റുമില്ല, അച്ഛൻ പേടിച്ചുമില്ല. പേടിച്ചില്ലേ? ഷേ, ഇനിയിപ്പോ എന്ത് ചെയ്യും? എടി, ഇത് ഏക്കണമെങ്കിൽ നീ ശരിക്കും നിരാഹാരം കിടക്കണം. ശരിക്കും കിടക്കണോ? അതെന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നല്ല. എടി, ഒരു പുതിയ വണ്ടി കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നീ ശരിക്കും നിരാഹാരം കിടന്നു കഴിഞ്ഞാൽ നമുക്ക് പുതിയ പുത്തൻ വണ്ടി കിട്ടുകയും ചെയ്യും. നിന്നെ കളിയാക്കിയ നിന്റെ ഫ്രണ്ട്സുകളുടെ മുമ്പ് നമുക്ക് അത് കൊണ്ടുപോയി ഷൈൻ ചെയ്യുകയും ചെയ്യാം. കുറച്ചു നേരം കിടന്നാ മതിയോ? കുറച്ചു നേരം കൂടിപ്പോയ ഒരു ദിവസം കിടക്കേണ്ടി വരും. എടി, വണ്ടി കിട്ടാൻ വേണ്ടിട്ടല്ലേ എടി. ഒരു ദിവസം കിടക്കാന്നൊക്കെ വെച്ചാൽ എനിക്ക് വിശക്കൂലേ? നീ അതൊക്കെ ഒന്ന് സഹിക്കണം. എനിക്ക് വിശക്കുമ്പോ നീ ആരും കാണാതെ കുറച്ച് ഭക്ഷണം എനിക്ക് കൊണ്ടെത്തിക്കോ. അയ്യോ, അതൊന്നും ശരിയാവൂല. അച്ഛൻ എന്തായാലും കണ്ടുപിടിക്കും, ഉറപ്പാണ്. എന്തോ ചെയ്യനിപ്പോ? എടി, പുതിയ വണ്ടി കിട്ടാനല്ലേടി, നീ ഒന്ന് സഹിച്ചിരി. ഏതച്ഛനും സ്വന്തം മോള് പട്ടിണി കിടക്കുന്നത് കണ്ടുകൊണ്ടിരിക്കൂല. ഉറപ്പായിട്ടും നമുക്കത് വാങ്ങിച്ചു തരും. വണ്ടി വാങ്ങിച്ചു തരും. വാങ്ങിച്ചു തരും. അത് കേട്ടാ മതി. ആ പാട്ട് എങ്ങനെയാണ് പോയാൽ അതിനുവേണ്ടി ഞാൻ ഒരു ദിവസം കിടക്കാം. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. നീ എൻ്റെ കൂടെ നിൽക്കണം. ഞാൻ ഇപ്പൊ വരാം. ഓക്കെ, സെറ്റ്. എവിടെ കിടക്കണം? ഇവിടെ എവിടെയെങ്കിലും ഷീറ്റ് വിരിച്ച് കേടാ. ഞാൻ അതാ വരുന്നേ. ഓക്കെ. പൂപോലഴകുള്ളോരായിരുന്നു. മണി, എത്ര കാര്യമായിട്ട് ഞാൻ കൊണ്ടു നടന്ന വണ്ടിയാണ്. ഈ 2 എണ്ണം തൊട്ടതിന് ശേഷമല്ലേ വണ്ടി ഇത്ര ഇല്ലാതായത് അല്ലേ? തുടങ്ങി വണ്ടിപ്പുരാണം തുടങ്ങിയെന്നാ? അല്ല പിന്നെ നിനക്കൊക്കെ പറയാം. ഇവിടെ രണ്ടുപേരും കൂടി വണ്ടിയും തുടച്ച് കാര്യം പറഞ്ഞോണ്ടിരുന്നോ? അവളതാ നിരാഹാരം തുടങ്ങി, ചാകാറായി. ഇത്ര പെട്ടെന്നാ? അതെ, ഞാനൊരു കാര്യം പറയട്ടെ. അവളുടെ നിരാഹാരമൊക്കെ നിർത്തിക്കാനുള്ള ഒരു ഐഡിയ എൻ്റെ കയ്യിലുണ്ട്. ഞാനേ പഴംപൊരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു ചായയും ഒരു 4 പഴംപൊരിയും കൊണ്ട് പോയി കഴിഞ്ഞാൽ അവൾ പുഷ്പം പോലെ ഇങ്ങ് ഇറങ്ങി വന്നോളൂ. എന്നാ അമ്മയ്ക്ക് തെറ്റി. പുതിയ വണ്ടി എടുക്കാതെ ഈ വീട്ടിൽ നിന്ന് ജലവാനം കുടിക്കില്ലെന്നാണ് അവള് പറഞ്ഞത്. എന്നിട്ട് അവളിപ്പോ എവിടെ? എന്റെ റൂമിൽ കുഴപ്പമുണ്ട്. മണി, കുഴപ്പമാവൂ? ഒരു കുഴപ്പമാവൂല. ഇത്തിരി സമാധാനത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഞാൻ എല്ലാം ശരിയാക്കി തരാം. ശരിയാക്കി തരാം. അമ്മ എന്ത് ചെയ്യാൻ പോണു? വെയിറ്റ് ആൻഡ് സീ. 2 എണ്ണം കൂടെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് പുതിയ വണ്ടി. മണി, ഈശ്വരാ, എന്താവോ എന്തോ. എടി, ഞാൻ നിരാഹാരം കിടക്കണമെന്ന് പറഞ്ഞിട്ട് അവരൊന്നും പറഞ്ഞില്ലേ? എടി, ഒന്നും പറഞ്ഞില്ലെന്ന് മാത്രമല്ല, രണ്ടുപേർക്കും ഭയങ്കര പുച്ഛം. ഷേ, ഇനി അവർ മൈൻഡ് എങ്ങനെ ചെയ്തിരിക്കൂ? ഡേ, മൈൻഡ് ചെയ്യാതിരുന്നാലും നിന്റെ ഈ നിരാഹാരം ശക്തമായിട്ട് തുടർന്നു പോകണം. അങ്ങനെ ശക്തമായിട്ട് തുടർന്നു പോയാൽ അമ്മയും അച്ഛനും നിന്റെ മുമ്പിൽ അടിയറവ് പറയും. ഉറപ്പാണല്ലോ? ഉറപ്പ്. എന്നാ ഞാൻ തുടരും. പിന്നെ ബോർഡൊക്കെ കുറച്ച് ഓവറല്ലേ? എന്തോ ഓവർ? ഒരു ഓവറില്ല. സമരമായി ഇങ്ങനെയൊക്കെ വേണം. ഇങ്ങനെയൊക്കെ ഒരു ഗുമ്മുള്ളു. പഴംപൊരി പഴംപൊരി പഴംപൊരിയേ. മോളെ, പിങ്കി മോളെ, പിങ്കി കുട്ടി, നോക്ക്. ഇതെന്തോന്ന്? നിരാഹാരം ബോർഡൊക്കെ വെച്ചു. എന്തോ ചെയ്ത്? ഒന്നുമില്ല, മിണ്ടണ്ട. അതെ, നല്ല പാകത്തിന് പഴുത്ത പഴം കൊണ്ടുണ്ടാക്കിയ പഴംപൊരി വേണോ? വേണ്ടേ? വേണ്ട. മോളെ, അതെന്ത് നിനക്ക് വേണ്ടാത്തത്? ഞാൻ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ്. ആ ലക്ഷ്യം സാധിക്കണവരെ ഞാൻ സമരത്തിൽ നിന്ന് പിന്മാറൂല. ലക്ഷ്യം സാധിച്ചില്ലെങ്കിലും? സാധിച്ചില്ലെങ്കിൽ ഞാൻ സന്തോഷത്തോടെ മരണം സ്വീകരിക്കും. ഞാൻ ആയിക്കോട്ടെ. മോളെ, ഈ സത്യമായിട്ടും ഇത് വേണ്ടാന്ന് പറഞ്ഞത് കഴിക്കാതിരിക്കാൻ തന്നെ? പിന്നെ അല്ലാതെ തോന്നുന്നു. ഉറപ്പാണോ? അവന് ഉറപ്പ്. എന്നാലേ അച്ഛ അത് കഴിച്ചോട്ടാ. സോറി, ഞാൻ നേരത്തെ ഇത് ബുക്ക് ചെയ്തായിരുന്നു. തരൂല. അതെ, ഞങ്ങള് പോട്ടെ. നീ നിന്റെ നിരാഹാര സമരം ശക്തമായി തുടരും. ഓക്കെ ചേട്ടാ? ചേട്ടാ വരുന്നുണ്ടാ? വാ. കണ്ടേ? ഇല്ല, വെക്കാം. അച്ഛൻ വെക്കാം. എനിക്കിവിടെ താടി, എനിക്ക് വിശക്കണം. കഴിച്ചൂടാ.
എടി ഞാൻ കഴിച്ചിട്ട് അവരടുത്ത് പറയണ്ട. നമ്മൾ നിരാഹാര സമരം കളം കാണിക്കാൻ പാടില്ല. നീ വിശക്കണേ. നീ എന്തൊക്കെ വന്നാലും നീ പിടിച്ചിരിക്കണം കേട്ടല്ലോ. അച്ഛനും അമ്മയും പലതും ഇതുപോലെയൊക്കെ കൊണ്ട് കാണിക്കും. നീ അതിലൊന്നും വീഴരുത്. ഇല്ല. ഫോക്കസ് ഓൺ യുവർ എയിം. ഓക്കെ? യെസ്. ഇതിലല്ല ഫോക്കസ് ചെയ്യാൻ പറഞ്ഞു. വിടേ ഞാൻ. ഓക്കെ. എന്തായാലും ഞാൻ സമരക്കില്ല. അങ്ങോട്ട് മാറി തന്നെയാണ് ഇപ്പോ. നീ കിടന്നോ? കിടന്നോ? കിടക്കാതാ നല്ല പരിപാടി. മണിയേ, ഇത് പെണ്ണ് വളരെ സീരിയസ് ആയിട്ടാണല്ലോ. കുഴപ്പമാവൂ? എനിക്കും തോന്നി അവള് സീരിയസ് ആണെന്ന്. അല്ലെങ്കിൽ ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ ചാടി വീണതാണേ. ഇന്ന് ഭക്ഷണം ഒന്നും കണ്ടിട്ട് ഒരു അനക്കവും ഇല്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും മണി? എന്തോന്ന് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പട്ടിണി കിടന്ന് മതിയാകുമ്പോ എണിച്ചു പോവും. അല്ലാതെ എണീറ്റ് പോയില്ലെങ്കിലോ? എണിച്ചു പോയില്ലെങ്കിൽ വണ്ടി വാങ്ങിക്കേണ്ടി വരും പുതിയത്. മണി, നീ ഇങ്ങനെ പറഞ്ഞാലോ? അല്ലാതെ പിന്നെ എന്തോന്ന്? മണി, എന്റെ അധ്വാനത്തിന്റെ ആദ്യത്തെ ഫലമാണ് ആ സ്കൂട്ടർ. അധ്വാനത്തിന്റെ ആദ്യ ഫലേ തൂക്കി തലയിൽ വെച്ചോണ്ടായിരുന്നോ? ഇപ്പൊ കൊടുത്ത ആക്ര വിലയെങ്കിലും കിട്ടും. മണി, ഞാനേ അവളെ സപ്പോർട്ട് ചെയ്ത് പറയുകയാണെന്ന് വിചാരിക്കരുത്. ഈ വണ്ടി മാറ്റി വാങ്ങേണ്ട സമയം പണ്ടേ കഴിഞ്ഞതാണ്. ഇപ്പൊ അതിന് പറ്റിയ നല്ലൊരു അവസരം കിട്ടിയത് അങ്ങ് വിചാരിച്ചൊരു പുതിയ വണ്ടി അങ്ങ് വാങ്ങണം. പിടി മണി. മണിയേ, റിങ്കി, 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 എനിക്ക് വിശക്കണടി. എന്താടി? എടി വിശക്കണ. നിനക്ക് തോന്നിയതായിരിക്കും. പക്ഷെ തോന്നണോണ്ടല്ലേ പറഞ്ഞത് വിശക്കണെന്ന്. എടി എടി എടീരുടി വിശക്കണോ? എനിക്ക് വയറ് കത്തണോടെങ്കിൽ. എന്തുവാടി? വിശപ്പ് സഹിക്കാൻ പറ്റില്ല. എന്ത് വന്നാലും നീ വിട്ടുകൊടുക്കരുത്. ഫോക്കസ് ഓൺ യുവർ എയിം. ചേച്ചി ഉണ്ട് കൂടെ. മുക്ക് മുട്ടറ തിന്നിട്ട് അങ്ങനെയൊക്കെ പറയാലോ. നിരാഹാരം 1-ാം ദിവസം, ഇത് 2-ാം ദിവസം വരെ പോകും. എടീ, ഞാൻ വിശന്നെങ്ങാനും ചത്ത ഉണ്ടല്ലോ, പുറകേതോട്ട് വന്ന് കൊല്ലും ഞാൻ. ദൈവമേ, ഇത് പിന്നെ എന്തിനാ അടച്ചു വെച്ചത്? ചോറ് മാത്രം. നീ എന്ത് ഈ സമയത്ത് ഇവിടെ? ഞാൻ ഇവിടെ എന്തോ ശബ്ദം കേട്ടിട്ടുണ്ട്. അതെന്തോ അവിടെ തുറന്നു വെച്ചേക്കണ പാത്രം? വിശക്കണപ്പോ ഭയങ്കര വിശപ്പ്. ഇവിടെ ഒന്നും ഇല്ല തിന്നാൻ. ഒന്നുമില്ല, വേറെ ഒരു സാധനം ഇല്ല. ചോറ് മാത്രം എന്തിനു? പിന്നെ അത് മാത്രം തിന്നോ. വേറെ അച്ചാർ എന്തെങ്കിലും? അച്ചാറൊന്നുമില്ല. വേണമെങ്കിലേ കുറച്ച് ഉപ്പെടുത്ത് വെച്ചിട്ടുണ്ടോ? ഒരു അറിയിപ്പില്ലേ? ദൈവമേ, പിന്നെ ഒപ്പങ്കി ഉപ്പ് നന്നില്ല. പതുക്കെ തിന്നു മോളെ. പൊന്നമ്മോ, എന്റെ രുചി നടക്കും. രുചിയാ മക്കളെ? ഇപ്പൊ മനസ്സിലായ? വിശപ്പുണ്ടെങ്കിലേ വെറും ചോറ് പോലും ഭയങ്കര ടേസ്റ്റാണ്. നിന്റെ നിരാഹാരം എന്തോന്നായി? അല്ല, അപ്പൊ നിനക്ക് വണ്ടി വേണ്ടേ? വണ്ടിയാ? എനിക്ക് വണ്ടിയൊന്നും വേണ്ട. അച്ഛൻ്റെ സ്കൂട്ടർ തന്നെ മതി. വണ്ടി വണ്ടി പോലും വണ്ടി നോക്കാം. സത്യം പറയാം മോളെ, ഇപ്പോഴാണ് നീ ഈ പാറവള വീട്ടിലെ രവീന്ദ്രന്റെ മോളായത്. ഇഷ്ട പേര് പോകണം.